നമസ്കാരം. സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. മന്ത്രിമാരും വകുപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ സെയിം ടോപ്പിക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കോഡുകൾ ഉപയോഗിച്ച് മന്ത്രിമാരുടെ പേരും ഒക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് അപ്ഡേറ്റഡ് വീഡിയോ ആണ്. മന്ത്രിമാരും വകുപ്പുകളും. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മന്ത്രിമാരെയും വകുപ്പുകളും അവരുടെ മണ്ഡലവും പഠിച്ചിരിക്കും. കാരണം പലതരത്തിലുള്ള റിവിഷൻ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കോഡ് നമുക്ക് ലാസ്റ്റിലേ പറയുന്നുള്ളൂ. ആദ്യം നമുക്ക് എല്ലാ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളും അവരുടെ മണ്ഡലവും ഒക്കെ ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെട്ടു പോകാം. അതിനുശേഷം നമുക്ക് കോഡുണ്ടായിരിക്കും. ആ കൂടെ തന്നെ റിവിഷനും നടത്താം. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർമ്മയിൽ നിൽക്കുന്നുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. തുടങ്ങാം. മന്ത്രിമാരും വകുപ്പുകളും. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാണ്? ധർമ്മടമാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ധർമ്മടമാണ്. പൊതുഭരണം, അഖിലേന്ത്യാ സേവനങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം, ശാസ്ത്ര സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യ, ശാസ്ത്രം, പ്രവാസികാര്യം, ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരങ്ങൾ, തെരഞ്ഞെടുപ്പ് സംയോജനം, വിവരസാങ്കേതിക വിദ്യ, സൈനികക്ഷേമം, ദുരിതാശ്വാസം, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ, അന്തർ സംസ്ഥാന നദീജലം, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ജയിലുകൾ, അച്ചടി സ്റ്റേഷനറി വകുപ്പ്, ദുരന്ത നിവാരണം, സംസ്ഥാന ആതിഥ്യം. അതുപോലെ തന്നെ മറ്റെങ്ങും പറഞ്ഞിട്ടില്ലാത്ത സബ്ജക്ട്സ് നോട്ട് മെൻഷൻഡ് എൽസ്വെയർ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ്. അപ്പോൾ ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. തുടർച്ചയായി 2ാം തവണയാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഓർത്തു വയ്ക്കണം, ധർമ്മടമാണ്. ധർമ്മടം പഠിച്ചു വെച്ചല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളും കൂടി വായിച്ചു വെച്ചേക്കുക. ഇതും കൂടി ഒന്ന് വായിക്കണം. ജനറൽ അഡ്മിനിസ്ട്രേഷൻ, ഓൾ ഇന്ത്യ സർവീസസ്, പ്ലാനിംഗ് ആൻഡ് എക്കണോമിക് അഫേഴ്സ്, പ്രിൻറ്റിംഗ്, ലാസ്റ്റ് വരുമ്പോൾ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, വെൽഫെയർ ഫോർ മൈനോറിറ്റീസ്, ഓൾ ഇമ്പോർട്ടൻറ്റ് പോളിസി മാറ്റേഴ്സ്, സബ്ജക്ട്സ് നോട്ട് മെൻഷൻഡ് എൽസ്വെയർ. ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് വായിച്ച് വെച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഇതാണ്, ധർമ്മടം. തുടർച്ചയായി 2ാം തവണയാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. തുടർന്ന് നോക്കാം. ശ്രീ KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം പത്തനാപുരമാണ്. ശ്രീ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലം പത്തനാപുരമാണ്. മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്. അദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതാണ്? ഗതാഗത വകുപ്പാണ്. KB ഗണേഷ് കുമാറിൻ്റെ വകുപ്പ് ഗതാഗത വകുപ്പ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് ഓരോ പേരും വകുപ്പും മണ്ഡലവും പരിചയപ്പെട്ടു പോകാം. കോഡ് ഓർത്തിരിക്കാനുള്ള കോഡുകളൊക്കെ നമുക്ക് ഈ ഒരു റൗണ്ടിന് ശേഷം പറയാം. ഓക്കെ. അപ്പോൾ ശ്രീ KB ഗണേഷ് കുമാർ, മണ്ഡലം പത്തനാപുരം, മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്, ഗതാഗത വകുപ്പാണ് അദ്ദേഹത്തിൻ്റെത്. മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം, ഇതാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. റോഡ് ട്രാൻസ്പോർട്ട്, മോട്ടോർ വെഹിക്കിൾസ്, വാട്ടർ ട്രാൻസ്പോർട്ട്. ക്ലിയർ? ശ്രീ KB ഗണേഷ് കുമാർ. ഓക്കെ ആണല്ലോ. പത്തനാപുരം മണ്ഡലം, മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കണ്ണൂരാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കണ്ണൂരാണ്. മിനിസ്റ്റർ ഫോർ രജിസ്ട്രേഷൻ, മ്യൂസിയംസ് ആൻഡ് ആർക്കിയോളജി. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖാ വകുപ്പ് മന്ത്രിയാണ്. രജിസ്ട്രേഷൻ, മ്യൂസിയംസ് ആൻഡ് ആർക്കിയോളജി. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. മണ്ഡലം ഏതാണ്? കണ്ണൂർ മണ്ഡലമാണ് അദ്ദേഹത്തിൻ്റേത്. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്കാം. ശ്രീ MB രാജേഷ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം തൃത്താലയാണ്. ശ്രീ MB രാജേഷ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലം തൃത്താല. മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആൻഡ് എക്സൈസ്. അദ്ദേഹം തദ്ദേശ സ്വയംഭരണം, എക്സൈസ് എന്നീ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ശ്രീ MB രാജേഷ്, മണ്ഡലം തൃത്താല, മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആൻഡ് എക്സൈസ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ നോക്കാൻ ഡീറ്റെയിൽഡായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗ്രാമവികസനം, നഗരാസൂത്രണം, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില, എക്സൈസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. നോക്കാം. ശ്രീ MB രാജേഷ്, മണ്ഡലം തൃത്താല, മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആൻഡ് എക്സൈസ്. അപ്പോൾ ഈ 3 പഠിച്ചത് നമുക്ക് ഒന്നുകൂടി ഒന്ന് പഠിച്ച് മനസ്സിലാക്കി പോകാം. ശ്രീ പിണറായി വിജയൻ, ധർമ്മടമാണ് മണ്ഡലം, മുഖ്യമന്ത്രി. KB ഗണേഷ് കുമാർ, മണ്ഡലം പത്തനാപുരം, മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്, ഗതാഗത വകുപ്പ്. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, മണ്ഡലം കണ്ണൂർ, മിനിസ്റ്റർ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി. ഓക്കെ. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ്. ശ്രീ MB രാജേഷ്, മണ്ഡലം തൃത്താല, മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആൻഡ് എക്സൈസ്. തദ്ദേശ സ്വയംഭരണവും എക്സൈസുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. തുടർന്ന് നോക്കാം. ശ്രീ റോഷി അഗസ്റ്റിൻ.
അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഇടുക്കിയാണ്. റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലം ഇടുക്കിയാണ്. മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സസ്, ജലസേചനം, ജലവിതരണം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജല വകുപ്പ്, ഇതൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. അപ്പോൾ റോഷി അഗസ്റ്റിൻ മണ്ഡലം ഇടുക്കി, മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സസ്, ജലസേചനം, ജലവിതരണം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജലം, ഇറിഗേഷൻ, കമാൻഡ് ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ. ഇത്രയുമാണ് ശ്രീ റോഷി അഗസ്റ്റിൻ്റെ വകുപ്പുകൾ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാണ്? ഇടുക്കി മണ്ഡലമാണ്. അദ്ദേഹം ആരാണ്? മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സസ്, ജലസേചന മന്ത്രി, ജല വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ജലസേചനം, ജലവിതരണം, കമാൻഡ് ഏരിയ വികസന അതോറിറ്റി, ഭൂഗർഭജല വകുപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. റോഷി അഗസ്റ്റിൻ, ഇടുക്കി, മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സസ്. ഡീൽ. അടുത്ത നോക്കാം. ശ്രീ കെ കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചിറ്റൂരാണ്. ശ്രീ കെ കൃഷ്ണൻകുട്ടി, അദ്ദേഹം മിനിസ്റ്റർ ഫോർ ഇലക്ട്രിസിറ്റിയാണ്, വൈദ്യുതി മന്ത്രി. ഇലക്ട്രിസിറ്റി, അനർട്ട്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ. ശ്രീ കെ കൃഷ്ണൻകുട്ടി, അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചിറ്റൂർ മണ്ഡലമാണ് ശ്രീ കെ കൃഷ്ണൻകുട്ടിയുടെ. അദ്ദേഹം ആരാണ്? വൈദ്യുതി മന്ത്രി, മിനിസ്റ്റർ ഫോർ ഇലക്ട്രിസിറ്റി. ക്ലിയർ ആണല്ലോ. തുടർന്ന് നോക്കാം. ശ്രീ കെ എൻ ബാലഗോപാൽ, അദ്ദേഹം ആരാണ്? ധനകാര്യമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ. കെ എൻ ബാലഗോപാലാണ് നമ്മുടെ ധനകാര്യമന്ത്രി, മിനിസ്റ്റർ ഫോർ ഫിനാൻസ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാ? കൊട്ടാരക്കരയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. ശ്രീ കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൊട്ടാരക്കര, മിനിസ്റ്റർ ഫോർ ഫിനാൻസ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതാണെന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ധനകാര്യം, ദേശീയ സമ്പാദ്യം, GST, ലോട്ടറി, സ്റ്റോർ പർച്ചേസ്, കാർഷിക ആദായ നികുതി, ട്രഷറികൾ, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ്, സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, സ്റ്റാമ്പുകൾ, സ്റ്റാമ്പ് ഡ്യൂട്ടികൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ. ഫിനാൻസ്, നാഷണൽ സേവിങ്സ്, സ്റ്റോഴ്സ് പർച്ചേസ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ദാറ്റ് ഇസ് GST, അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ്, ട്രഷറീസ്, ലോട്ടറീസ്, സ്റ്റേറ്റ് ഓഡിറ്റ്, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ്, സ്റ്റേറ്റ് ഇൻഷുറൻസ്, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, സ്റ്റാമ്പ്സ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ്. ആരുടെ വകുപ്പുകളാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ? ശ്രീ കെ എൻ ബാലഗോപാൽ. അദ്ദേഹം ആരാണ്? ധനകാര്യമന്ത്രി, മിനിസ്റ്റർ ഫോർ ഫിനാൻസ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമോ? കൊട്ടാരക്കര. അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ. ശ്രീ കെ എൻ ബാലഗോപാൽ, ധനകാര്യമന്ത്രി, കൊട്ടാരക്കര. ഇത്രയും ഓർത്തിരിക്കണം. ഓക്കെ, ഡീൽ. തുടർന്ന് നോക്കാം. അഡ്വക്കേറ്റ് ജി ആർ അനിൽ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം നെടുമ്പങ്ങാടാണ്. നെടുമ്പങ്ങാട് മണ്ഡലമാണ് അഡ്വക്കേറ്റ് ജി ആർ അനിലിൻ്റെ. അദ്ദേഹം ആരാണ്? ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ് അഡ്വക്കേറ്റ് ജി ആർ അനിൽ. സോ അടുത്ത ആളാണ് അഡ്വക്കേറ്റ് ജി ആർ അനിൽ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം നെടുമങ്ങാട്. അദ്ദേഹം മിനിസ്റ്റർ ഫോർ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി. ഉപഭോക്തൃകാര്യങ്ങൾ, ലീഗൽ മെട്രോളജി, ഈ വകുപ്പുകളും അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, കൺസ്യൂമർ അഫേഴ്സ് ആൻഡ് ലീഗൽ മെട്രോളജി. ഓക്കെ, ഒന്നുകൂടി പറയാം. അഡ്വക്കേറ്റ് ജി ആർ അനിൽ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം നെടുമങ്ങാട്. അദ്ദേഹം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയാണ്. ക്ലിയർ? ഓക്കെ. ശ്രീ വി ശിവൻകുട്ടി, അദ്ദേഹത്തിൻ്റെ മണ്ഡലം നേമമാണ്. നേമം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം. ശ്രീ വി ശിവൻകുട്ടി, മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ, പൊതുവിദ്യാഭ്യാസം, തൊഴിലുമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പ്. ശ്രീ വി ശിവൻകുട്ടി, മണ്ഡലം നേമം, മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ, പൊതുവിദ്യാഭ്യാസം, തൊഴിലും പരിശീലനവും, പുനരധിവാസം, സാക്ഷരതാ പ്രസ്ഥാനം, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലുകൾ, ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസുകൾ, ഫാക്ടറികളും ബോയിലറുകളും, ലേബർ കോടതികൾ, ഇത്രയും വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം. ജനറൽ എഡ്യൂക്കേഷൻ, ലിറ്ററസി മൂവ്മെൻറ്റ്, ലേബർ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്, സ്കിൽസ്, റീഹാബിലിറ്റേഷൻ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഇൻഷുറൻസ്, മെഡിക്കൽ സർവീസ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ്, ലേബർ കോർട്ട്, ഇത്രയും കാര്യങ്ങളാണ് ശ്രീ വി ശിവൻകുട്ടി നേമം മണ്ഡലം പ്രതിനിധാനം ചെയ്യുന്നു. അദ്ദേഹം ആരാണ്? മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ, പൊതുവിദ്യാഭ്യാസം, തൊഴിലുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. വി ശിവൻകുട്ടി, നേമം, മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ. ക്ലിയർ? റിപ്പീറ്റഡായിട്ട് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഓർത്ത് വെക്കണം, അതുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ വരെ ഒന്ന് റിവൈസ് ചെയ്താലോ? നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, റിവേഴ്സിൽ റിവൈസ് ചെയ്യാം. ശ്രീ വി ശിവൻകുട്ടി, മണ്ഡലം നേമം, മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ. ശ്രീ ജി ആർ അനിൽ, മണ്ഡലം നെടുമങ്ങാട്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി, മിനിസ്റ്റർ ഫോർ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്. ശ്രീ കെ എൻ ബാലഗോപാൽ, ധനകാര്യമന്ത്രി, മിനിസ്റ്റർ ഫോർ ഫിനാൻസ്, മണ്ഡലം കൊട്ടാരക്കര.
ശ്രീ കെ കൃഷ്ണൻകുട്ടി, മണ്ഡലം ചിറ്റൂർ, മിനിസ്റ്റർ ഫോർ ഇലക്ട്രിസിറ്റി, വൈദ്യുതി മന്ത്രി. ആരാണ്? കെ കൃഷ്ണൻകുട്ടി. റോഷി അഗസ്റ്റിൻ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാ? ഇടുക്കി. അദ്ദേഹം ജലസേചന വകുപ്പ് മന്ത്രി, മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സസ്. ശ്രീ എം ബി രാജേഷ്, മണ്ഡലം തൃത്താല, മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണം. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, മണ്ഡലം കണ്ണൂരാണ്, മിനിസ്റ്റർ ഫോർ രജിസ്ട്രേഷൻ, മ്യൂസിയംസ് ആൻഡ് ആർക്കിയോളജി, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖാ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി. കെ ബി ഗണേഷ് കുമാർ, മണ്ഡലം പത്തനാപുരം, മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്, ഗതാഗത വകുപ്പ്, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം. പിന്നെ പിണറായി വിജയൻ, മുഖ്യമന്ത്രി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുവേ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ് നമ്മളിപ്പോൾ തന്നെ പോകുന്നത്. നമുക്ക് പഠിക്കാം. ഡോക്ടർ ആർ ബിന്ദു, മണ്ഡലം ഇരിങ്ങാലക്കുട മണ്ഡലമാണ് ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ. മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹിക നീതി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർ ബിന്ദു, മണ്ഡലം ഇരിങ്ങാലക്കുട മണ്ഡലം, മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹിക നീതി. വകുപ്പുകൾ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. കോളേജിയേറ്റ് വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ, പ്രവേശന പരീക്ഷകൾ, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ASAP, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. സാമൂഹിക നീതി, ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ വകുപ്പുകൾ. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ് എക്സെപ്റ്റ് അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ ആൻഡ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റീസ്. എൻട്രൻസ് എക്സാമിനേഷൻസ്, നാഷണൽ കേഡർ കോർപ്സ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം, സോഷ്യൽ ജസ്റ്റിസ്. ഇത്രയും കാര്യങ്ങളാണ് ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇതോർക്കണം, അഗ്രികൾച്ചറൽ, വെറ്റിനറി, ഫിഷറീസ്, മെഡിക്കൽ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റീസ് ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ കീഴിലല്ല. ഓക്കെ, അടുത്തത് നോക്കാം. ശ്രീ എ കെ ശശീന്ദ്രൻ നമ്മുടെ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏലത്തൂരാണ്. ഏലത്തൂർ മണ്ഡലമാണ് ശ്രീ എ കെ ശശീന്ദ്രൻ്റെ. മിനിസ്റ്റർ ഫോർ ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, വനം വന്യജീവി സംരക്ഷണം, ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. ഏതാണ് മണ്ഡലം അദ്ദേഹത്തിൻ്റെ? ഏലത്തൂർ. ശ്രീ എ കെ ശശീന്ദ്രൻ. ഓക്കെ. ശ്രീ കെ രാജൻ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഒല്ലൂരാണ്. ഒല്ലൂർ മണ്ഡലമാണ് ശ്രീ കെ രാജൻ്റേത്. റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രിയാണ്, മിനിസ്റ്റർ ഫോർ റവന്യൂ ആൻഡ് ഹൗസിംഗ്. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ നോക്കാം. ലാൻഡ് റവന്യൂ, ഭവന നിർമ്മാണം, ഭൂപരിഷ്കരണം, സർവേ ആൻഡ് ലാൻഡ് രേഖകൾ, ലാൻഡ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ലാൻഡ് റിഫോംസ്, ഹൗസിംഗ്. ഇത്രയുമാണ് കെ രാജൻ്റെ വകുപ്പുകൾ. ശ്രീ കെ രാജൻ, മണ്ഡലം ഏതാണ്? ഒല്ലൂർ മണ്ഡലമാണ്. റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രി, മിനിസ്റ്റർ ഫോർ റവന്യൂ ആൻഡ് ഹൗസിംഗ്. ക്ലിയർ ആണല്ലോ? തുടർന്ന് പഠിക്കാം. ശ്രീ പി രാജീവ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലം കളമശ്ശേരിയാണ്, മിനിസ്റ്റർ ഫോർ ലോ ആൻഡ് ഇൻഡസ്ട്രീസ്, നിയമ വ്യവസായ മന്ത്രിയാണ് ശ്രീ പി രാജീവ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം കളമശ്ശേരി, മിനിസ്റ്റർ ഫോർ ലോ ആൻഡ് ഇൻഡസ്ട്രീസ്, നിയമ വ്യവസായ മന്ത്രി. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ നോക്കാം. നിയമം, വാണിജ്യം, മൈനിങ് ആൻഡ് ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി, ഗ്രാമവ്യവസായങ്ങൾ, കയർ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്, അതായത് ലോ, ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിംഗ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്, കൊമേഴ്സ്, മൈനിങ് ആൻഡ് ജിയോളജി, ഹാൻഡ്ലൂംസ് ആൻഡ് ടെക്സ്റ്റൈൽസ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, കൊയർ, കാഷ്യൂ ഇൻഡസ്ട്രി, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രീ പി രാജീവിൻ്റെ വകുപ്പുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാ? കളമശ്ശേരി. പി രാജീവ്, കളമശ്ശേരി. അപ്പോൾ ഈ പേരിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുള്ളൊരു എഫേർട്ട് വേണ്ടി വരത്തില്ല. പി രാജീവ്, കളമശ്ശേരി. ഓക്കെ. ശ്രീ പി രാജീവ്, കളമശ്ശേരി, നിയമ വ്യവസായ മന്ത്രിയാണ് അദ്ദേഹം. ക്ലിയർ? നമുക്ക് അടുത്തത് പഠിക്കാമല്ലോ. ശ്രീ പി രാജീവ് ഓർമ്മയുണ്ടല്ലോ. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ മണ്ഡലം ബേപ്പൂരാണ്. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്, മണ്ഡലം ബേപ്പൂർ, മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം, പൊതുമരാമത്ത് ടൂറിസം വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്, മണ്ഡലം ബേപ്പൂർ, മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. ക്ലിയർ?
അവസാനം വരെ വീഡിയോ കാണണേ. ഇതിന് ശേഷം ഈ ഓരോ മന്ത്രിമാരെയും പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് കോഡ് പറയാം. കാരണം അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ആദ്യമേ പോയി കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. ആദ്യം ഇതാരൊക്കെയാണ്, ഇവരുടെ വകുപ്പ് എന്താണ്, മണ്ഡലം ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് ഡയറക്റ്റ് മെത്തേഡിൽ പഠിച്ചു വയ്ക്കുക. അതിനുശേഷം നമ്മുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്, ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നൊരു കാര്യമാണ് കോഡ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ പോയി കോഡ് പഠിക്കരുത്, കൺഫ്യൂസിങ് ആവും. ആദ്യം അതിൻ്റെ ഫാക്ട്സ് എല്ലാം പഠിച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു ഹെൽപ്പ് എന്ന രീതിയിൽ നമുക്ക് കോഡ് പഠിച്ചു വയ്ക്കുക. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കുറച്ച് പേഷ്യൻസ് ആയിട്ടിരുന്ന് കാണണം. ഓക്കെ. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്, മണ്ഡലം ബേപ്പൂർ, മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം, പൊതുമരാമത്ത് ടൂറിസം, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസം. ശ്രീ വി എൻ വാസവൻ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാ? ഏറ്റുമാനൂർ മണ്ഡലമാണ് ശ്രീ വി എൻ വാസവൻ്റെ. മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ ആൻഡ് പോർട്സ്. ഇദ്ദേഹത്തിനെയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെയും കൂടെ എനിക്ക് തെറ്റിപ്പോവും, ഒരേപോലെ ഇരിക്കുകയാണ് കണ്ടാലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് തെറ്റരുത്. ശ്രീ വി എൻ വാസവനാണ് ഇദ്ദേഹം, മണ്ഡലം ഏറ്റുമാനൂർ. ഓക്കെ ആണല്ലോ. മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ ആൻഡ് പോർട്സ്, സഹകരണം, തുറമുഖം, ശ്രീ വി എൻ വാസവൻ, മണ്ഡലം ഏറ്റുമാനൂർ. ശ്രീമതി വീണ ജോർജ്, മണ്ഡലം ആറന്മുളയാണ്, മിനിസ്റ്റർ ഫോർ ഹെൽത്ത്, വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ, ആരോഗ്യം, കുടുംബക്ഷേമം, വനിതാ ശിശുക്ഷേമമാണ് വകുപ്പ്. ശ്രീമതി വീണ ജോർജിൻ്റെ മണ്ഡലം ഏതാ? ആറന്മുള മണ്ഡലമാണ്, മിനിസ്റ്റർ ഫോർ ഹെൽത്ത്, വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ, ആരോഗ്യമന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. ഏതൊക്കെയാണ് വകുപ്പുകൾ? ആരോഗ്യം, കുടുംബക്ഷേമം, മെഡിക്കൽ വിദ്യാഭ്യാസം, തദ്ദേശീയ വൈദ്യം, ആയുഷ്, ഡ്രഗ് കൺട്രോൾ, വനിതാ ശിശുക്ഷേമം, ഹെൽത്ത്, ഫാമിലി വെൽഫെയർ, മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ഇൻഡിജീനിയസ് മെഡിസിൻ, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ, വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ. അപ്പോൾ ശ്രീമതി വീണ ജോർജ് മണ്ഡലം ഏതാണ്? ആറന്മുളയാണ് മണ്ഡലം, ആരോഗ്യമന്ത്രിയാണ്. ഏതൊക്കെയാണ് വകുപ്പുകൾ? ആരോഗ്യം, വനിതാ ശിശുക്ഷേമം, കുടുംബക്ഷേമം. ഓക്കെ, തുടർന്ന് പഠിക്കാം. ശ്രീ പി പ്രസാദ്, കൃഷി മന്ത്രിയാണ് ശ്രീ പി പ്രസാദ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാ? ചേർത്തല മണ്ഡലമാണ്, മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ. ശ്രീ പി പ്രസാദ്, കൃഷി മന്ത്രി, അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചേർത്തല. അദ്ദേഹം ആരാണ്? മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ നോക്കാം. കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഹൗസിംഗ് കോർപ്പറേഷൻ. അപ്പം നമ്മൾ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ വകുപ്പിൽ വരത്തില്ല നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ബ്രാക്കറ്റിൽ എക്സെപ്റ്റ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, വെറ്റിനറി യൂണിവേഴ്സിറ്റി, ഫിഷറീസ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് എവിടെയാണ് വരുന്നത്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആരുടെ അണ്ടറിലാണ് വരുന്നത്? ശ്രീ പി പ്രസാദ്, കൃഷി മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചേർത്തല, മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ. കൃഷി, മണ്ണ് സർവേ, മണ്ണ് സംരക്ഷണം, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, ഹൗസിംഗ് കോർപ്പറേഷൻ. ഓക്കെ ആണല്ലോ. നമ്മൾ സ്റ്റാർ ഇട്ടില്ലല്ലേ, സ്റ്റാർ ഇടാം. ഓക്കെ. ശ്രീമതി ജെ ചിഞ്ചുറാണി, മണ്ഡലം ഏതാണ്? ചടയമംഗലമാണ് മണ്ഡലം. ജെ ചിഞ്ചുറാണി, മണ്ഡലം ചടയമംഗലം, മിനിസ്റ്റർ ഫോർ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെൻറ്റ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനമാണ് വകുപ്പുകൾ. ആരുടെ? ജെ ചിഞ്ചുറാണി, ചടയമംഗലമാണ് മണ്ഡലം, മിനിസ്റ്റർ ഫോർ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെൻറ്റ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, സഹകരണ സംഘങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. വെറ്റിനറി യൂണിവേഴ്സിറ്റി അപ്പോൾ ആരുടെ അണ്ടറിൽ വരും? ജെ ചിഞ്ചുറാണി. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആരുടെ അണ്ടറിൽ വരും? ശ്രീ പി പ്രസാദ്, കൃഷി മന്ത്രി. അപ്പോൾ അത് രണ്ടെണ്ണം നമ്മൾ അലോക്കേറ്റ് ചെയ്തു. ഓക്കെ. ജെ ചിഞ്ചുറാണി ആരാണ്? മണ്ഡലം ചടയമംഗലമാണ്. ആരാണ്? മിനിസ്റ്റർ ഫോർ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെൻറ്റ്, മൃഗസംരക്ഷണം, ക്ഷീരവികസനവുമാണ് ജെ ചിഞ്ചുറാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. ഓക്കെ ആണോ? സ്റ്റാർ ഇടാമല്ലോ. നമ്മൾ പഠിച്ച് പോയതിനൊരു സന്തോഷത്തിന് സ്റ്റാർ ഇടുക കേട്ടോ. ഓക്കെ, തുടർന്ന് നോക്കാം. ശ്രീ കെ രാധാകൃഷ്ണൻ, ദേവസ്വം മന്ത്രിയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാ? ചേലക്കര മണ്ഡലമാണ്. ശ്രീ രാധാകൃഷ്ണൻ്റെ മണ്ഡലം ചേലക്കര. അപ്പോൾ രാധാകൃഷ്ണൻ ചേലക്കര എന്ന് ഓർത്താൽ മതി. ശ്രീ കെ രാധാകൃഷ്ണൻ ചേലക്കര, ദേവസ്വം മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ചേലക്കര, മിനിസ്റ്റർ ഫോർ വെൽഫെയർ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ്, ദേവസ്വം. അപ്പോൾ പാർലമെൻ്ററി അഫേഴ്സും ഉണ്ട് അദ്ദേഹത്തിന്. കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയാണ്, മണ്ഡലം ചേലക്കര. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, ദേവസ്വം, പാർലമെൻ്ററി കാര്യം, ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ ആണോ? ശ്രീ കെ രാധാകൃഷ്ണൻ, ദേവസ്വം മന്ത്രി, ചേലക്കര. സ്റ്റാർ ഇടാമല്ലോ. ഓക്കെ.
സജി ചെറിയാൻ, ശ്രീ സജി ചെറിയാൻ, മണ്ഡലം ചെങ്ങന്നൂരാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം. മിനിസ്റ്റർ ഫോർ ഫിഷറീസ്, കൾച്ചർ ആൻഡ് യൂത്ത് അഫേഴ്സ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ഫിഷറീസ് സർവകലാശാല നമ്മളവിടെ എക്സെപ്ഷൻ കൊടുത്തായിരുന്നു. ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ കയ്യിൽ നമ്മളതെടുത്ത് മാറ്റി. അപ്പോൾ അതെവിടെയാണ് കൊടുക്കണ്ടേ? ശ്രീ സജി ചെറിയാൻ അല്ലേ? ഫിഷറീസ് സർവകലാശാല ഇവിടെ വരും. ശ്രീ സജി ചെറിയാൻ, മണ്ഡലം ചെങ്ങന്നൂർ, മിനിസ്റ്റർ ഫോർ ഫിഷറീസ്, കൾച്ചർ ആൻഡ് യൂത്ത് അഫേഴ്സ്. വകുപ്പുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് സർവകലാശാല, യുവജനകാര്യം, സാംസ്കാരികം, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. ഇതൊക്കെ ആരുടെ കീഴിൽ വരും? ശ്രീ സജി ചെറിയാൻ. ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, ഫിഷറീസ് യൂണിവേഴ്സിറ്റി, കൾച്ചർ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി, കേരള സ്റ്റേറ്റ് കൾച്ചറൽ ആക്ടിവിസ്റ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ്, യൂത്ത് അഫേഴ്സ്. ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ സജി ചെറിയാനാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചെങ്ങന്നൂർ. അപ്പോൾ സജി ചെറിയാൻ ചെങ്ങന്നൂർ എന്ന് ഓർക്കുക. ഓക്കെ, അല്ലെങ്കിൽ സജി ചെങ്ങന്നൂർ എന്ന് ഓർക്കുക. ഓക്കെ. ശ്രീ വി അബ്ദുറഹിമാൻ, മണ്ഡലം താനൂരാണ് മണ്ഡലം. ഓക്കെ, ശ്രീ വി അബ്ദുറഹിമാൻ, താനൂർ. മിനിസ്റ്റർ ഫോർ സ്പോർട്സ്, വഖഫ് ആൻഡ് ഹജ്ജ് പിൽഗ്രിമേജ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, റെയിൽവേസ്. കായികം, വഖഫ്, തപാൽ, ഹജ്ജ് തീർത്ഥാടനം, റെയിൽവേ. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ. ശ്രീ വി അബ്ദുറഹിമാൻ, മണ്ഡലം താനൂർ, മിനിസ്റ്റർ ഫോർ സ്പോർട്സ്, വഖഫ്, ഹജ്ജ് പിൽഗ്രിമേജ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, റെയിൽവേസ്. അബ്ദുറഹിമാൻ, താനൂർ. ആരാണ് മിനിസ്റ്റർ ഫോർ സ്പോർട്സ്? കായിക മന്ത്രി. സ്റ്റാർ ഇടാമല്ലോ. ക്ലിയർ? അപ്പോൾ 21 മന്ത്രിമാരെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് ഒരു പ്രാവശ്യം കൂടെ റിവേഴ്സ് ഓർഡറിൽ റിവിഷൻ എടുത്തിട്ട് കോഡിലേക്ക് പോകാം. സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ പഠിച്ച് തീർന്നിരിക്കും. ഇതൊരു ഉറപ്പാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തായാലും നിങ്ങൾ ഇത്രയും വരെ കണ്ടില്ലേ, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 40 മിനിറ്റോ നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നത്തില്ല. ഓക്കെ. ശ്രീ വി അബ്ദുറഹിമാൻ, മണ്ഡലം താനൂരാണ്, മിനിസ്റ്റർ ഫോർ സ്പോർട്സ്, കായിക മന്ത്രി. സജി ചെറിയാൻ, മണ്ഡലം ചെങ്ങന്നൂർ, മിനിസ്റ്റർ ഫോർ ഫിഷറീസ്, കൾച്ചർ ആൻഡ് യൂത്ത് അഫേഴ്സ്. ഫിഷറീസ്, കൾച്ചർ ആൻഡ് യൂത്ത് അഫേഴ്സ്. ശ്രീ കെ രാധാകൃഷ്ണൻ, ദേവസ്വം മന്ത്രി, മണ്ഡലം ചേലക്കര, മിനിസ്റ്റർ ഫോർ വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസസ്, ദേവസ്വംസ്. ശ്രീമതി ജെ ചിഞ്ചുറാണി, മണ്ഡലം ചടയമംഗലം, മൃഗസംരക്ഷണം, ക്ഷീരവികസനമാണ് വകുപ്പ്, മിനിസ്റ്റർ ഫോർ അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി ഡെവലപ്മെൻറ്റ്. ശ്രീ പി പ്രസാദ്, കൃഷിമന്ത്രി, മണ്ഡലം ചേർത്തല, മിനിസ്റ്റർ ഫോർ അഗ്രികൾച്ചർ. ശ്രീമതി വീണ ജോർജ്, മണ്ഡലം ആറന്മുള, മിനിസ്റ്റർ ഫോർ ഹെൽത്ത്, വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ. ശ്രീ വി എൻ വാസവൻ, മണ്ഡലം ഏറ്റുമാനൂർ, മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ ആൻഡ് പോർട്സ്, സഹകരണം, തുറമുഖം. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ്, മണ്ഡലം ബേപ്പൂർ, മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ആൻഡ് ടൂറിസം, പൊതുമരാമത്തും ടൂറിസവും. ശ്രീ പി രാജീവ്, മണ്ഡലം കളമശ്ശേരി, മിനിസ്റ്റർ ഫോർ ലോ ആൻഡ് ഇൻഡസ്ട്രീസ്, നിയമ വ്യവസായ മന്ത്രി. ശ്രീ കെ രാജൻ, മണ്ഡലം ഒല്ലൂർ, റവന്യൂ പാർപ്പിട വകുപ്പ് മന്ത്രി, മിനിസ്റ്റർ ഫോർ റവന്യൂ ആൻഡ് ഹൗസിംഗ്. എൻ്റെ കൂടെ നിങ്ങളും കൂടെ ഉറക്കെ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്കത് ഉറയ്ക്കും. നിങ്ങളും കൂടെ ഞാൻ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വായിക്കാമല്ലോ, അപ്പോൾ നിങ്ങളും കൂടി ഉറക്കെ വായിച്ചു. അപ്പം നിങ്ങൾക്ക് കേട്ടും മനസ്സിലാക്കാം, കണ്ടും പഠിക്കാം. മൾട്ടിപ്പിൾ വേസ് ഓഫ് ലേണിംഗ് ആണ് അത്. നിങ്ങളും കൂടി ഉറക്കെ വായിക്കും. ശ്രീ എ കെ ശശീന്ദ്രൻ, മണ്ഡലം ഏലത്തൂർ, മിനിസ്റ്റർ ഫോർ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ. ഡോക്ടർ ആർ ബിന്ദു, മണ്ഡലം ഇരിങ്ങാലക്കുട, മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹിക നീതി വകുപ്പ്. ശ്രീ വി ശിവൻകുട്ടി, മണ്ഡലം നേമം, മിനിസ്റ്റർ ഫോർ ജനറൽ എഡ്യൂക്കേഷൻ ആൻഡ് ലേബർ. അഡ്വക്കേറ്റ് ജി ആർ അനിൽ, മണ്ഡലം നെടുമങ്ങാട്, മിനിസ്റ്റർ ഫോർ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. ശ്രീ കെ എൻ ബാലഗോപാൽ, ധനകാര്യമന്ത്രി, മിനിസ്റ്റർ ഫോർ ഫിനാൻസ്, മണ്ഡലം കൊട്ടാരക്കര. ശ്രീ കെ കൃഷ്ണൻകുട്ടി, മണ്ഡലം ചിറ്റൂർ, മിനിസ്റ്റർ ഫോർ ഇലക്ട്രിസിറ്റി, വൈദ്യുതി, അനാട്ട്. ശ്രീ റോഷി അഗസ്റ്റിൻ, മണ്ഡലം ഇടുക്കി, മിനിസ്റ്റർ ഫോർ വാട്ടർ റിസോഴ്സസ്, ജലസേചനം. ശ്രീ എം ബി രാജേഷ്, മണ്ഡലം തൃത്താല, മിനിസ്റ്റർ ഫോർ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആൻഡ് എക്സൈസ്, തദ്ദേശ സ്വയംഭരണവും എക്സൈസും. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, മണ്ഡലം കണ്ണൂർ, മിനിസ്റ്റർ ഫോർ രജിസ്ട്രേഷൻ, മ്യൂസിയംസ് ആൻഡ് ആർക്കിയോളജി. ശ്രീ കെ ബി ഗണേഷ് കുമാർ, മണ്ഡലം പത്തനാപുരം, മിനിസ്റ്റർ ഫോർ ട്രാൻസ്പോർട്ട്, ഗതാഗത വകുപ്പ്, മോട്ടോർ വാഹനങ്ങൾ, ജലഗതാഗതം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, മണ്ഡലം ധർമ്മടം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ റിവിഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കോഡിലേക്ക് പോകാം. ഇനി നമുക്ക് കോഡ് പഠിക്കാം. ഒരു 6 months മുമ്പേ ആണെന്ന് തോന്നുന്നു നമ്മൾ ഇതേ കോഡ് തന്നെയാണ് അപ്ലോഡ് ചെയ്തത്. പക്ഷേ ഇതിപ്പം നമ്മൾ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ കോഡ്
അപ്ഡേറ്റ് ചെയ്ത് പറയുന്നു എന്ന് മാത്രം. സെയിം കോഡാണ്, ഇതേ കഥയാണ്, അച്ഛൻ്റെയും മക്കളുടെയും കഥ, ഇതേ കഥയാണ് നമ്മളൊരു 6 months ബാക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊരു കൂട്ടുകുടുംബത്തിൻ്റെ കഥയാണ്. അച്ഛനും 3 പെൺമക്കളുടെയും കഥയാണ് നമ്മൾ പറയുന്നത്. ഈ അച്ഛനെയും 3 പെൺമക്കളെയും അവരുടെ ഫാമിലിയെയും ഈ കുടുംബത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ആൾക്കാരെയും പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ 21 മന്ത്രിമാരെയും കാണാതെ പഠിക്കും. ഈ കഥ പ്യുവർലി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണ്, നോ അതർ ഇൻറ്റൻഷൻസ്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിനുള്ള കോഡ് കഥ എന്നുള്ളതിന് അപ്പുറം ഇതിന് യാതൊരു ഉദ്ദേശവുമില്ല. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇദ്ദേഹമാണ് അച്ഛൻ, ഈ കൂട്ടുകുടുംബത്തിലെ അച്ഛനാണ് ഇദ്ദേഹം, കാരണവർ. അപ്പം ഇദ്ദേഹമാണ് അച്ഛൻ. ഇദ്ദേഹം ആരാണ്? ശ്രീ പിണറായി വിജയൻ. ആരാണ്? CM. നമ്മൾ ഓർത്തിരിക്കണം. കാരണവരാണ്, കുടുംബത്തിൻ്റെ കാരണവരാണ് ശ്രീ പിണറായി വിജയൻ. ഇദ്ദേഹത്തിന് 3 പെൺമക്കളാണുള്ളത്. ഇദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളാണ്. ആദ്യത്തെ മകളാണ് R ബിന്ദു, ഒന്നാമത്തെ മകളാണ് R ബിന്ദു, മൂത്ത മകൾ. അപ്പം മിടുക്കിയാണ്, പഠിക്കാൻ വളരെ മിടുക്കിയാണ്. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി PhD ഒക്കെ എടുത്തിട്ടുണ്ട്. വളരെ മിടുക്കിയായിട്ടുള്ള മോളാണ് R ബിന്ദു. അപ്പോൾ ഇതൊരു ഷീറ്റ് ഓഫ് പേപ്പറാണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് ഞാനൊരു പോയിന്റ്, ഒരു ബിന്ദു ഇട്ടു. അപ്പോൾ നിങ്ങൾ ഇത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നോക്കിയാലേ ഇത് കാണാൻ പറ്റത്തുള്ളൂ. ഈ ബിന്ദു ഈ പോയിന്റിനെ പോലെയാണ് ഈ R ബിന്ദു. വളരെ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പഠിത്തത്തിൽ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി മിടുക്കിയാണ്. അച്ഛൻ്റെ അഭിമാനമാണ്. ആര്? R ബിന്ദു, ഉന്നത വിദ്യാഭ്യാസം. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട എന്താ? R ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഓക്കെ, ഈ പറയുന്ന വാക്കുകളിൽ നിന്ന് നിങ്ങളത് മനസ്സിലാക്കി എടുക്കണം. ക്ലിയർ? അപ്പോൾ R ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. രണ്ടാമത്തെ ആളാണ്, അച്ഛൻ്റെ രണ്ടാമത്തെ മകളാണ് ചിഞ്ചുറാണി. അപ്പോൾ R ബിന്ദുവിനെ പോലെയല്ല, കുറച്ച് കൊഞ്ചലും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ ലിറ്റിൽ പ്രിൻസസ് ആയിട്ടൊക്കെ വളർത്തുക. അതുകൊണ്ടാണ് റാണി എന്നൊക്കെ പേരിട്ടത്. അപ്പോൾ ചിഞ്ചു റാണിയാണ് അച്ഛൻ്റെ രണ്ടാമത്തെ മകൾ. പഠിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പശുവിനെ വളർത്തുക, ആടിനെ നോക്കുക, കോഴിയെ വളർത്തുക ഒക്കെയാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഇതൊക്കെയായിരുന്നു. പഠിക്കത്തില്ല. R ബിന്ദുവിനെ പോലെ പഠിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അതുകൊണ്ട് പശുവിനെയും കോഴിയെ ആടിനെയൊക്കെ വളർത്തിയായിരുന്നു. കൊച്ചിലെ തൊട്ടേ എൻജോയ്മെൻറ്റ് അതൊക്കെയായിരുന്നു ഇഷ്ടം. ഹോബീസ് അതൊക്കെയായിരുന്നു. അപ്പോൾ വളർന്നപ്പോഴും അത് തന്നെയാണ് ജോലിയായിട്ടും തിരഞ്ഞെടുത്തത്. എന്ത്? ഇപ്പം മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ മകളാണ് ചിഞ്ചുറാണി. ഇനി മൂന്നാമത്തെ മകളെ പരിചയപ്പെടാം. മൂന്നാമത്തെ മകളാണ് വീണ. വീണ ഒരു നേഴ്സാണ്. അപ്പോൾ വീണ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ വീണ ഒരു നേഴ്സാണ്. വനിതാ ശിശുക്ഷേമം ഒക്കെ നോക്കി നടത്തുന്നു. അപ്പം വീണയാണ് മൂന്നാമത്തെ മകൾ. അപ്പോൾ അച്ഛനെയും 3 മക്കളെയും നിങ്ങൾക്ക് പരിചയപ്പെട്ടല്ലോ. അച്ഛൻ ശ്രീ പിണറായി വിജയൻ CM ആണ്. R ബിന്ദു ഉന്നത വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ മകളാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് ഓർത്തിരിക്കണം. രണ്ടാമത്തെ മകളാണ് ചിഞ്ചുറാണി. കൊഞ്ചൽ റാണി എന്നാണ് അച്ഛൻ വിളിക്കുന്നത്. മൃഗസംരക്ഷണവും ക്ഷീരവികസനവുമാണ്. കൊച്ചിലെ തൊട്ടേ അതൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോഴും ആ ജോലി തന്നെ ചെയ്യുന്നു. ഇതാണ് രണ്ടാമത്തെ മകൾ. മൂന്നാമത്തെ മകളാണ് വീണ, നേഴ്സാണ്. കുറച്ച് വീണ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വീണ ജോർജ്, ആരോഗ്യം, വനിതാ ശിശുക്ഷേമം. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഇനി മറക്കത്തില്ലല്ലോ. ഇനി ഈ മക്കളുടെ ഫാമിലിയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ആദ്യത്തെ മകളും ഫാമിലി. R ബിന്ദുവിൻ്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം. കഥയാണേ, പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ തരത്തിൽ മാത്രമേ എടുക്കാവുള്ളൂ. R ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് R ബിന്ദു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് തന്നെ അച്ഛൻ ഏറ്റവും മിടുക്കനായ ആളിനെയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ആരാണ്? MB രാജേഷ്. രാജേഷ് എന്നാണ് പേര്. ഗ്രാമവികസനം, തദ്ദേശ സ്വയംഭരണം ഒക്കെ നോക്കി നടത്തുന്ന രാജേഷാണ് ബിന്ദുവിൻ്റെ ഹസ്ബൻഡ്. ഈ രാജ് എന്നുള്ള പേര്, രാജാവെന്ന് എടുക്കണം. ഓക്കെ, രാജഭരണം എന്നൊക്കെ എടുക്കണം, രാജ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണം നടത്തുന്ന MB രാജേഷാണ് R ബിന്ദുവിൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ ബിന്ദുവിന് ഹസ്ബൻഡ് ആരാ? തദ്ദേശ സ്വയംഭരണം നടത്തുന്ന രാജേഷ്. അപ്പോൾ ആ രാജ് എന്നുള്ള പേരിൽ നിന്ന് നിങ്ങളത് എടുക്കണം. ഓക്കെ, ഇവർക്ക് 2 മക്കളുണ്ട്. ഒരു മകനാണ് ശിവൻകുട്ടി. കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുഞ്ഞതാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശിവൻകുട്ടി കുഞ്ഞതാണ് ശിവൻകുട്ടി. അപ്പോൾ കുട്ടി എന്തായിട്ടേ ഉള്ളൂ? സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി. ഇങ്ങനെ സ്കൂള് എന്നെടുത്ത് പറയാൻ കാരണം എന്താ? വിദ്യാഭ്യാസ മന്ത്രി എന്ന് ഓർക്കണം. R ബിന്ദു എന്താണ്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ശ്രീ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ ആ വ്യത്യാസം ഓർത്തിരിക്കണം. അപ്പോൾ ഇത് രണ്ടാമത്തെ മകനാണ്. ആക്ച്വലി ചെറിയ കുട്ടിയാണ് ശിവൻകുട്ടി. അപ്പോൾ കുഞ്ഞതാണ്, വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടേ ഉള്ളൂ, സ്കൂളിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി. മൂത്ത മകനാണ് റിയാസ്. ഇത് രണ്ടാമത്തെ മകനാണ്, കുഞ്ഞതാണല്ലോ. അപ്പോൾ ഇത് മൂത്ത മകനാണ്
PA മുഹമ്മദ് റിയാസ്. അപ്പോൾ PA മുഹമ്മദ് റിയാസ് ടീനേജറാണ്. അപ്പം ടൂറിസം ഒക്കെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുകയാണ്. ട്രിപ്പൊക്കെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുകയാണ്. അപ്പം ടൂറിസം പൊതുമരാമത്താണ് PA മുഹമ്മദ് റിയാസ്. അപ്പോൾ PA മുഹമ്മദ് റിയാസ് എന്നുള്ളതിനകത്തുനിന്ന് PWD എന്ന് നിങ്ങൾ എടുക്കണം. ഓക്കെ, PA മുഹമ്മദ് റിയാസ് PWD എന്ന് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ PWD എന്ന് ഓർക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ 2 മക്കളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ശിവൻകുട്ടി, കുഞ്ഞതാണ്, സ്കൂളിൽ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്ന് ഓർക്കണം. വേറൊരു മകനാണ് PA മുഹമ്മദ് റിയാസ്. അപ്പം ടീനേജറാണ്, ട്രിപ്പ് അടിക്കുക, ടൂർ അടിക്കുക, ഇതൊക്കെയാണ്, കറങ്ങി നടക്കുകയൊക്കെയാണ് പരിപാടി. അപ്പോൾ ടൂറിസമാണ് മെയിൻ. ടൂറിസം പൊതുമരാമത്ത് ആണ് മെയിൻ. ഓക്കെ, ഇനി അടുത്ത കുടുംബത്തിനെ പരിചയപ്പെടാം. അടുത്ത കുടുംബമാണ് ചിഞ്ചുറാണിയുടെ കുടുംബം. ചിഞ്ചുറാണി നമ്മൾ പറഞ്ഞു മൃഗസംരക്ഷണം, ക്ഷീരവികസനമൊക്കെയാണ് പരിപാടി. അപ്പോൾ വലിയൊരു ഫാമുണ്ട്, പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട്, കന്നുകാലി സംരക്ഷണമൊക്കെയാണ് പരിപാടി. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ആളെയാണ് അച്ഛൻ കണ്ടുപിടിച്ചു കൊടുത്തത്. വനം, വന്യജീവി ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന AK ശശീന്ദ്രനാണ് ചിഞ്ചുറാണിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ചിഞ്ചുറാണി ഇങ്ങനെ ഈ കാലികളെയൊക്കെ വളർത്തുന്നുണ്ട്, പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട്, വലിയൊരു ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ട തീറ്റയൊക്കെ വനത്തിൽ പോയി കൊണ്ടുവരുന്നത് ആരാണ്? ഈ ഹസ്ബൻഡാണ്, AK ശശീന്ദ്രൻ, വനം വന്യജീവി വകുപ്പ്. അപ്പോൾ അദ്ദേഹം കാട്ടിൽ പോകുമ്പോൾ വന്യജീവികളൊക്കെ ആക്രമിക്കാതിരിക്കാൻ ഇദ്ദേഹത്തിനൊരു AK-47 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, AK ശശീന്ദ്രൻ AK-47 ഉണ്ടോ? അപ്പോൾ പേര് നിങ്ങൾക്ക് ഓർമ്മയും. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇദ്ദേഹം ഒരു തോക്കുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ AK-47 AK ശശീന്ദ്രൻ എന്ന് ഓർക്കുക. AK ശശീന്ദ്രൻ ആരാ? വനം വന്യജീവി. ആരുടെ ഹസ്ബൻഡാണ്? ചിഞ്ചുറാണി. ചിഞ്ചുറാണിയുടെ പരിപാടികൾ എന്താണ്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം. ആ കുടുംബത്തിനെ പരിചയപ്പെട്ടല്ലോ. പിന്നെ അവർക്ക് 2 മക്കളുണ്ട്. ആ മക്കളെയും കൂടി നമുക്ക് പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ മകനാണ് P പ്രസാദ്. ഈ അച്ഛനും അമ്മയും കന്നുകാലി വളർത്തലും വനവും വന്യജീവി വകുപ്പും ഒക്കെ ആയിട്ടാണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളും ആ ഒരു രീതിയിലാണ് ജീവിക്കുന്നത്. മക്കൾ എന്താണ്? കൃഷിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. P പ്രസാദ് എന്താ ചെയ്യുന്നത്? കൃഷിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കാൻ വേണ്ടി കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സിനിമാ നടനായിട്ടുള്ള കർഷകനുണ്ടല്ലോ. അപ്പോൾ അതിൽ പ്രസാദ് എന്ന് ഓർത്താൽ മതി. നമ്മുടെ കൃഷിമന്ത്രിയുടെ പേര് ഓർക്കാനായിട്ട് പ്രസാദ്. ഓക്കെ, P പ്രസാദ്. കൃഷ്ണപ്രസാദ് എന്ന് ഓർത്താൽ മതി. P പ്രസാദ്. ഏതാണ് മണ്ഡലം? ചേർത്തല മണ്ഡലം. ഓക്കെ, കൃഷി വകുപ്പാണ്. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യുവാണ് ഈ മകൻ, കൃഷിയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അമ്മ ആരാണ്? ചിഞ്ചുറാണി, മൃഗസംരക്ഷണം ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. അച്ഛൻ ആരാണ്? AK ശശീന്ദ്രൻ, വനം വന്യജീവി വകുപ്പ്. അപ്പം 1ാമത്തെ മകനാണ് കൃഷിയൊക്കെ ചെയ്യുന്ന പ്രസാദാണ് 1ാമത്തെ മകൻ. ഇനി ഈ കൃഷിയൊക്കെ കാര്യക്ഷമമായിട്ട് നടക്കണമെങ്കിൽ എന്ത് വേണം? പ്രോപ്പറായിട്ട് വെള്ളമൊക്കെ കിട്ടണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് 2ാമത്തെ മകൻ റോഷി അഗസ്റ്റിൻ, ജലവിഭവ വകുപ്പ്. അപ്പോൾ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കന്നുകാലികൾ വളർത്താൻ ആവശ്യമായിട്ടുള്ള ആ വീട്ടിൽ വെള്ളം എത്തിക്കുന്നത് ആരാ? ഈ 2ാമത്തെ മകനായിട്ടുള്ള റോഷിയാണ് വെള്ളമൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ റോഷി അഗസ്റ്റിൻ, ജലവിഭവ വകുപ്പ് എന്ന് ഓർക്കണം. അപ്പോൾ ഈ കുടുംബത്തിനെ പരിചയപ്പെട്ടല്ലോ, ഒന്നുകൂടി പറയണോ? അതേ, ചിഞ്ചുറാണി മൃഗസംരക്ഷണം, AK ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ്, P പ്രസാദ് ആദ്യത്തെ മകനാണ് കൃഷി ചെയ്യുന്നു, കൃഷി വകുപ്പ് എന്ന് ഓർക്കണം. റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ്, ഈ കൃഷിക്കും കന്നുകാലി വളർത്തലിനുമുള്ള വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കുന്നതാണ് റോഷി ചെയ്യുന്ന പരിപാടി. അപ്പോൾ ആ കുടുംബത്തിനെ പരിചയപ്പെട്ടല്ലോ. ഇനി മറക്കരുത്, റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലം ഏതാണ്? ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത കുടുംബത്തിനെ പരിചയപ്പെടാം. അടുത്ത മോൾ ഏതായിരുന്നു? നേഴ്സാണ് അല്ലേ? വീണ ജോർജാണ്. അപ്പോൾ വീണ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന വീണ ജോർജാണ് അടുത്ത മകൾ, 3ാമത്തെ മകൾ വീണ ജോർജ്. അപ്പോൾ ഈ കുടുംബത്തിനെ കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് പരിചയപ്പെടാം. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നേഴ്സാണ് വീണ. അപ്പോൾ ആരോഗ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് നടക്കുന്നത്. നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അമ്മയ്ക്ക് പ്രസവവേദന, മകൾക്ക് വീണ വായന എന്ന്. അതിലെ അമ്മ എന്നുള്ളത് വനിത എന്നെടുക്കണം, മകൾ എന്നുള്ളത് ശിശു എന്നെടുക്കണം, വീണ വായന എന്നുള്ളത് വീണ എന്നെടുക്കണം. അപ്പോൾ എന്താണ് വകുപ്പ്? വനിതാ ശിശുക്ഷേമ വകുപ്പ്. ആരാണ്? വീണ ജോർജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട്, മറ്റേ പഴഞ്ചൊല്ലും ഓർക്കുക. ഏത് പഴഞ്ചൊല്ല്? അമ്മയ്ക്ക് പ്രസവവേദന, മകൾക്ക് വീണ വായന. അപ്പോൾ വനിതാ ശിശുക്ഷേമം വീണ ജോർജ് എന്ന് ഓർക്കുക. അപ്പോൾ ഈ വീണ ജോർജിൻ്റെ ഹസ്ബൻഡ് റിട്ടയർഡായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണേ. കുറച്ച് ഏജ്ഡ് ആണ്, റിട്ടയർഡായിട്ട് വീട്ടിൽ വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ വീണ ജോർജ് എപ്പോഴും കളിയാക്കും, നിങ്ങളിങ്ങനെ പുരാവസ്തുവായിട്ട് വീട്ടിലിരുന്നു, ജോലിയൊന്നും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കളിയാക്കും. അപ്പോൾ വീണ കുറച്ച് ആരോഗ്യ പ്രശ്നമായിട്ടിരിക്കുകയാണല്ലോ. അപ്പം നേഴ്സാണല്ലോ, ജോലിക്ക് പോകാനും കൃത്യമായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ഫിനാൻഷ്യലി ഒക്കെ ടൈറ്റാണ്. അതുകൊണ്ട് ഈ ഹസ്ബൻഡിനെ എപ്പോഴും വഴക്ക് പറയും, നിങ്ങൾ കളിയാക്കും, നിങ്ങൾ പുരാവസ്തുവിൻ്റെ കൂട്ടി ഇവിടെ വന്നിരുന്നു, റിട്ടയർഡായിട്ട് ഒന്നും ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ കളിയാക്കൽ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പുതിയൊരു ജോലി അദ്ദേഹം കണ്ടുപിടിച്ചു. അദ്ദേഹം ജോലി എവിടെ കണ്ടുപിടിച്ചെന്നറിയാമോ? ഒരു മ്യൂസിയത്തിൽ. എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി? മ്യൂസിയത്തിൽ എൻട്രി ടിക്കറ്റ് കൊടുക്കത്തില്ലേ? എൻട്രി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യത്തില്ലേ?
അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. എൻട്രി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ജോലി. കൗണ്ടറിൽ അദ്ദേഹം ജോലി കണ്ടുപിടിച്ചു. അപ്പോൾ മ്യൂസിയത്തിൽ രജിസ്ട്രേഷൻ എന്ന് ഓർക്കുക. മ്യൂസിയത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന പരിപാടി എന്ന് ഓർക്കുക. അപ്പോൾ എൻട്രി ടിക്കറ്റ് എന്ന് ഓർത്താൽ മതി. മ്യൂസിയത്തിൽ എൻട്രി ടിക്കറ്റ് കൊടുക്കുന്ന ജോലിയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അപ്പം രാമചന്ദ്രൻ കടന്നപ്പള്ളി, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു. പുരാവസ്തു എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ വീണ ജോർജ് കളിയാക്കും എന്ന് പറഞ്ഞില്ലേ, പുരാവസ്തുവായിട്ട് ഇരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പോൾ അതിൽ നിന്ന് പുരാവസ്തു എന്നുള്ള വാക്കെടുക്കണം. മ്യൂസിയത്തിലാണ് ജോലി കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് മ്യൂസിയം എടുക്കണം. എന്താണ് ജോലി? എൻട്രി ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, അതായത് രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് 3 വാക്കുകളും എടുക്കുക. ഒന്നുകൂടി പറയുകയാണ്, ഇതൊരു കഥ മാത്രമായിട്ട് എടുക്കണം, പഠിക്കാനുള്ള പർപ്പസിന് വേണ്ടി മാത്രം. ഓക്കെ. രാമചന്ദ്രൻ കടന്നപ്പള്ളി, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു നമുക്ക് കിട്ടിയല്ലോ. ആ 3 വാക്കും നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ. ഇനി ഈ കുടുംബത്തിലെ മക്കളെയും കൂടി ഒന്ന് പരിചയപ്പെടാം. ഈ കുടുംബത്തിൽ കുറച്ച് ഫിനാൻഷ്യലി ട്രബിളൊക്കെ ആയിട്ടിരിക്കുകയാണല്ലോ. ഈ വീണ ജോർജിന് കാലൊടിഞ്ഞ പ്രശ്നമുണ്ട്. രാമചന്ദ്രൻ കടന്നപ്പള്ളി റിട്ടയറായിട്ട് വീട്ടിൽ വന്നിരിക്കുക. തട്ടിമുട്ടിപ്പാനുള്ള പൈസയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മകനൊരു ബിസിനസ് തുടങ്ങി. മകനാരാ? പി രാജീവ്. വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ്. അപ്പോൾ പി രാജീവ് ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, പി രാജീവ് വാണിജ്യം. അപ്പോൾ എന്ത് തുടങ്ങി? മകൻ ഒരു ബിസിനസ് തുടങ്ങി. ഓക്കെ. അപ്പോൾ കുറച്ച് രക്ഷപ്പെട്ടൊക്കെ വരുന്നുണ്ട്, കുറച്ച് ബിസിനസ്സൊക്കെ പച്ച പിടിച്ചൊക്കെ വരുന്നുണ്ട്, മെച്ചമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. രണ്ടാമത്തെ മകനാണ് അബ്ദുറഹ്മാൻ. വലിയ പണിയൊന്നും ചെയ്യത്തില്ല, കളിച്ച് ചിരിച്ച് ഒക്കെ നടക്കുക. ഹജ്ജിന് തീർത്ഥാടകരെ അറേഞ്ച് ചെയ്യുക, സ്പോർട്സിന് പോവുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. അദ്ദേഹം വലിയ സപ്പോർട്ടൊന്നും കുടുംബത്തിൽ ചെയ്യത്തില്ല. ഈ പി രാജീവ് മാത്രമാണ് കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിസിനസ് ചെയ്തു തുടങ്ങിയത്. അബ്ദുറഹ്മാൻ കായികം, വഖഫ്. ഓർക്കുക, കളിച്ച് ചിരിച്ച് നടക്കുക, ഹജ്ജിന് ആൾക്കാരെ കൊണ്ടുപോകാനായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക, ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ ഈ ഫാമിലിയും പരിചയപ്പെട്ടല്ലോ. അപ്പോൾ ഇത്രയും മന്ത്രിമാരെ ഇനി നിങ്ങൾ മറക്കുമോ? അപ്പോൾ ഈ 3 ഫാമിലിയെ നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. ആദ്യത്തെ മകളാര ആർ ബിന്ദുവാണ്. ആദ്യത്തെ മകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ മകളാണ്. അവരുടെ ഹസ്ബൻഡാണ് MP രാജേഷ്. തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനമൊക്കെ ചെയ്യുന്നു. ഒരു കുഞ്ഞാണ് ശിവൻകുട്ടി. അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി എന്ന് ഓർക്കുക. രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് റിയാസ്. അത് ടീനേജറാണ്. ടൂറിസം ട്രിപ്പ് അടിച്ചൊക്കെ നടക്കുകയാണ്. അപ്പോൾ ടൂറിസം, പൊതുമരാമത്ത് എന്ന് ഓർക്കുക. രണ്ടാമത്തെ കുടുംബം ചിഞ്ചുറാണിയുടെ കുടുംബം, മൃഗസംരക്ഷണം, ക്ഷീരവികസനം. അവരുടെ ഹസ്ബൻഡാണ് AK ശശീന്ദ്രൻ. എന്താണ് ജോലി? വനം, വന്യജീവി. വനത്തിൽ പോയി ഈ കന്നുകാലി വളർത്തലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കും. അവരുടെ മകനാണ് പ്രസാദ്. എന്താണ് ജോലി? കൃഷിയാണ് ജോലി. അവർ രണ്ടാമത്തെ മകനാണ് റോഷി. എന്താണ് ജോലി? ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലം ഒക്കെ എത്തിച്ചു കൊടുക്കുക, ജലസേചനമൊക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ജോലി. അടുത്ത കുടുംബമായിരുന്നു വീണ ജോർജ്. വീണ ആരോഗ്യ പ്രശ്നമായിട്ടിരിക്കുന്നു. വീണ ജോർജ് ആരോഗ്യം, വനിതാ ശിശുക്ഷേമം. ഹസ്ബൻഡാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. എന്തൊക്കെയാണ് ജോലി? മ്യൂസിയത്തിലാണ് ജോലി. അപ്പം മ്യൂസിയം, രജിസ്ട്രേഷൻ, പുരാവസ്തു എന്ന് ഓർക്കുക. പി രാജീവ് ഒരു മകനാണ്. എന്താണ് ജോലി? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാണിജ്യം എന്ന് ഓർക്കുക. അബ്ദുറഹ്മാൻ കറങ്ങി നടക്കുന്ന ഒരു മോനാണ്. നമ്മുടെ റഹ്മാനെ ഓർത്താൽ മതി. നമ്മുടെ സിനിമയിലെ റഹ്മാൻ ഉണ്ടല്ലോ, അതിനെ ഓർത്താൽ മതി. അപ്പോൾ അതുപോലൊക്കെ സ്റ്റൈലായിട്ട് നടക്കുന്നൊരു മകനാണ്. അപ്പോൾ സ്പോർട്സും വഖഫ് ആണ് ജോലി. ഓക്കെ. ഇനി ഈ കുടുംബവുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് അധികം പേരുണ്ട്. അപ്പോൾ അവരെയും കൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കുടുംബത്തിലെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവർക്കൊരു കുടുംബ അമ്പലമുണ്ട്, കുടുംബക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് രാധാകൃഷ്ണനാണ്. അപ്പോൾ അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് രാധയും കൃഷ്ണനെ ഓർക്കാമല്ലോ. അമ്പലം എന്ന് പറയുമ്പോൾ രാധയും കൃഷ്ണനെ ഓർക്കാമല്ലോ. അപ്പോൾ K രാധാകൃഷ്ണൻ ദേവസ്വം. അവിടെ അമ്പലത്തിനൊരു പ്രത്യേകതയുണ്ട്. കുടുംബക്കാരെ മാത്രമല്ല കയറ്റുന്നത്, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും, എല്ലാ ജാതിയിലുള്ള ആൾക്കാർക്കും അവിടെ പ്രവേശനമുണ്ട്. ആർക്കൊക്കെ? പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക വിഭാഗം, എല്ലാവർക്കും ആ ക്ഷേത്രത്തിൽ, കുടുംബ അമ്പലത്തിൽ പ്രവേശനമുണ്ട്. നമുക്ക് ഓർക്കാം, K രാധാകൃഷ്ണൻ. എന്താണ്? ദേവസ്വം, പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക വിഭാഗം. ക്ലിയർ? കുടുംബ അമ്പലം നോക്കി നടത്തുന്നതാണ് K രാധാകൃഷ്ണൻ. അപ്പോൾ രാധയും കൃഷ്ണനും അമ്പലമാണെന്ന് ഓർക്കുക. അപ്പോൾ ദേവസ്വമാണെന്ന് ഓർക്കുക. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗം, ആ അമ്പലത്തിൽ എല്ലാവർക്കും തൊഴാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. ക്ലിയർ? അടുത്ത ആളെ പരിചയപ്പെടാം. വലിയ കുടുംബമല്ലേ. ഈ വലിയ കുടുംബത്തിലേക്ക് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യുന്നത് GR ഫുഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നാണ്. GR ഫുഡ്സ്. ഓക്കെ. ഇതൊരു ഫേക്കായിട്ട് ഞാൻ പറയുന്ന കമ്പനിയാണേ, ഒറിജിനലായിട്ടൊന്നുമില്ല. GR ഫുഡ്സ്. ഈ GR ഫുഡ്സിൻ്റെ ഓണറാണ് GR അനിൽ. GR അനിലിൻ്റെയാണ് GR ഫുഡ്സ്. ഈ GR ഫുഡ്സിൽ നിന്നാണ് ഈ
കുടുംബത്തിലോട്ടുള്ള ഫുഡെല്ലാം അറേഞ്ച് ചെയ്യുന്നത്, ഭക്ഷ്യസാധനങ്ങൾ വിഭവങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എവിടെ നിന്നാണ്? GR ഫുഡ്സിൽ നിന്നാണ്. അതിൻ്റെ ഓണർ ആരാണ്? GR അനിലാണ്. അപ്പോൾ GR അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എന്ന് ഓർക്കണം. രണ്ടുപേരെ നമ്മൾ പരിചയപ്പെട്ടു. കുടുംബാമ്പലം നോക്കി നടത്തുന്നത് ആരാണ്? K രാധാകൃഷ്ണൻ. അപ്പോൾ GR അനിൽ ആരാണ്? GR ഫുഡ്സിൻ്റെ ഓണറാണ്. ഇവിടെ നിന്നാണ് ഫുഡെല്ലാം ഈ കുടുംബത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇനി ആ വീട് കുറച്ച് പഴയതായി, പണ്ടത്തെ പഴയ കൂട്ടുകുടുംബം, പുതുക്കി പണിയേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ ഒരു അമ്മാവനുണ്ട്, രാജനമ്മാവൻ. ഈ രാജനമ്മാവനോട് ചെന്ന് പറഞ്ഞു, ഈ അച്ഛൻ ചെന്ന് പറഞ്ഞു, വീടൊക്കെ ഒന്ന് പുതുക്കി പണിയേണ്ടതായിട്ടുണ്ട്, രാജൻ ഇതൊക്കെ ഒന്ന് നോക്കി നടത്തണം. അപ്പോൾ ഏറ്റു, അമ്മാവൻ ഏറ്റു. ആ അമ്മാവനാണ് K രാജൻ. എന്താണ്? ഭവന നിർമ്മാണം, റവന്യൂ ഭവന നിർമ്മാണമാണ് ജോലി. ഓക്കെ, K രാജൻ, റവന്യൂ ഭവന നിർമ്മാണം. അപ്പോൾ വീടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നോക്കി നടത്തുന്നവരാണ് K രാജൻ, റവന്യൂ ഭവന നിർമ്മാണം. അപ്പം വീട് കുടുംബം ഒന്ന് പുതുക്കി പണിയാനായിട്ടൊക്കെയുള്ള പ്ലാനും അതിൻ്റെ സൂപ്പർവിഷനും ഒക്കെ ചെയ്യുന്നത് രാജനമ്മാവനാണെന്ന് ഓർക്കണം. K രാജൻ, റവന്യൂ ഭവന നിർമ്മാണം. ഓക്കെ, രാജൻ റവന്യൂ എന്ന് ഓർക്കണേ, രാജൻ റവന്യൂ, രാജൻ റവന്യൂ. ഓക്കെ, ഇനി ആ കുടുംബത്തിൽ ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടല്ലോ, പിന്നെ ഒരുപാട് ഗസ്റ്റുകൾ വരും. ഇവർക്കൊക്കെയുള്ള വണ്ടികൾ അറേഞ്ച് ചെയ്യുന്നത്, ഇവരെ പുറത്ത് കൊണ്ടുപോകുന്നത്, അവരെ അവിടുന്ന് തിരിച്ചു വരുന്നത്, ഇവർക്ക് ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നത്, ഗതാഗതം എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഗണേഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം KB ഗണേഷ് കുമാർ, ഗണേഷ് ട്രാവൽസ്. ഗണേഷ് ട്രാവൽസ് എന്ന് ഓർക്കുക. ഗണേഷ് ട്രാവൽസ് ആണ് അവരുടെ ഒഫീഷ്യൽ ട്രാവൽ സ്പോൺസർ, ഇപ്പോഴത്തെ ലാംഗ്വേജിൽ പറഞ്ഞ. ഓക്കെ, KB ഗണേഷ് കുമാറാണ് ഗതാഗതം കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഗതാഗതമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഗണേഷ് ട്രാവൽസ് ആണ്. അതിൻ്റെ ഓണർ ആരാ? KB ഗണേഷ് കുമാർ. അപ്പോൾ KB ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി. ഓർത്തിരിക്കാമല്ലോ. അടുത്തത് നോക്കാം. ഈ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ ഫിഷ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്രഷ് എന്ന് പറഞ്ഞ ഒരാൾ വരും. അപ്പോൾ ഫ്രഷ് മീനൊക്കെ ആയിട്ട് ഒരാൾ വരും. അതാണ് സജി അങ്കിൾ. സജി അങ്കിളാണ് ആ വീട്ടിൽ ഫിഷൊക്കെ പുതിയതായിട്ട് നല്ല ഫ്രഷ് മീനൊക്കെ കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ, പുതിയ റിലീസിനെ കുറിച്ചൊക്കെ വീട്ടിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞ്, ഇവർ കുറച്ച് ട്രഡീഷണൽ പഴയ ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് പുതിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ടെക്നോളജി ഒന്നും അറിയത്തില്ല. അപ്പോൾ അവർക്ക് ഈ ആമസോണും നെറ്റ്ഫ്ലിക്സും ഒന്നുമില്ല. അപ്പോൾ അവർ പഴയ രീതിയിലൊക്കെ ജീവിക്കും എപ്പോഴും. അപ്പോൾ ഈ സിനിമകളുടെ CD ഒക്കെ കൊണ്ടെത്തിക്കുന്നത് ആരാണ്? സജി അങ്കിളാണ്. അപ്പം സജി ചെറിയാൻ, മത്സ്യബന്ധനം സാംസ്കാരികം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ എന്ന് ഓർക്കുക. ചെറിയാൻ്റെ വികൃതികൾ എന്നൊരു സിനിമയുണ്ട്, അപ്പോൾ അത് വെച്ച് റിലേറ്റ് ചെയ്ത് ഓർത്താൽ മതി. അല്ലെങ്കിൽ ഒരു സിനിമയിലെ ഡയലോഗില്ലേ, എന്ത് പ്രഹസനമാടോ സജി, അപ്പോൾ അത് ഓർത്താൽ മതി. അപ്പോൾ സജി സിനിമയിലുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഓർത്താൽ മതി. അപ്പോൾ സജി ചെറിയാൻ, മത്സ്യബന്ധനം സാംസ്കാരികം ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. എഗെയിൻ പറയുകയാണ്, ഒന്നും ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത്, ജസ്റ്റ് ഫോർ കോഡ് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അടുത്തത് K കൃഷ്ണൻകുട്ടി, വൈദ്യുതി. K കൃഷ്ണൻകുട്ടി, വൈദ്യുതി. ഇവിടെ മിന്നൽ പരിശോധന നടത്തുന്ന ഒരു അമ്മാവനാണ് കൃഷ്ണൻകുട്ടി അമ്മാവൻ. ആ അമ്മാവനെ മിന്നൽ മുരളി കേട്ടിട്ടില്ലേ? അപ്പം മിന്നൽ കൃഷ്ണൻ എന്നാണ് വിളിക്കുന്നത്. ഈ അമ്മാവനാണ് ഇവിടെ എല്ലാവരും നല്ല രീതിക്കൊക്കെയാണോ ജീവിക്കുന്നത്, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ചിട്ടയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു അമ്മാവനാണ് മിന്നൽ കൃഷ്ണൻ. അപ്പോൾ ഈ അമ്മാവൻ മിന്നൽ പോലെ വരും. ആ സർപ്രൈസ് ചെക്കിന് വരുന്ന അമ്മാവനാണ് K കൃഷ്ണൻകുട്ടി. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. അപ്പോൾ മിന്നൽ കൃഷ്ണൻ എന്ന് പറയാം. K കൃഷ്ണൻകുട്ടി, വൈദ്യുതി വകുപ്പ്. ഇനി ഈ വീട്ടിനോട് യാതൊരു സഹകരണവും ഇല്ലാതിരുന്ന ഒരു അമ്മാവനാണ് വാസവൻ അമ്മാവൻ. ഈ വീട്ടിൽ യാതൊരു സഹകരണവും ഇല്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഈ കുടുംബമൊക്കെ പുതുക്കി പണിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന് തുടങ്ങി. ആ അമ്മാവനാണ് VN വാസവൻ, സഹകരണ മന്ത്രി VN വാസവൻ. അപ്പോൾ സഹകരണ മന്ത്രി VN വാസവൻ. ഓർക്കുക, വാസവൻ അമ്മാവൻ മുമ്പ് സഹകരണം ഇല്ലാതിരുന്ന ആളാണ്. ഇപ്പോൾ ഈ കുടുംബവുമായിട്ട് സഹകരണം ഉണ്ട്. ഈ കഥ ഓർത്തു വെച്ചാൽ നമ്മൾ 21 പേരെയും ഓർമ്മയിൽ ഇരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് പാർട്ട് മാത്രം ഒന്നുകൂടി പറയാം. നമ്മൾ ദേവസ്വം പട്ടികജാതി പട്ടികവർഗം പിന്നോക്ക വിഭാഗം ആരാണ്? K രാധാകൃഷ്ണൻ. എന്തായിരുന്നു നമ്മുടെ കഥ? കുടുംബാമ്പലം നോക്കി നടത്തുന്നത് രാധാകൃഷ്ണനാണ്. അവിടെ എല്ലാവർക്കും തൊഴാനുള്ള റൈറ്റും ഉണ്ട്. GR ഫുഡ്സിൻ്റെ ഓണറാണ് GR അനിൽ. അപ്പോൾ GR അനിലാണ് ഭക്ഷണമെല്ലാം എത്തിക്കുന്നത് ആ കുടുംബത്തിൽ. ഭവന നിർമ്മാണം റവന്യൂ K രാജൻ. അപ്പം വീട് പുതുക്കി പണിയാനായിട്ട് അച്ഛൻ ഏൽപ്പിച്ചിരിക്കുന്നത് രാജനമ്മാവനെയാണ്. ഗതാഗതം കൺട്രോൾ ചെയ്യുന്നത് ഗണേഷ് ട്രാവൽസ് ആണ്. അപ്പോൾ KB ഗണേഷ് കുമാറാണ് അതിൻ്റെ ഓണർ. അപ്പോൾ സജി ചെറിയാൻ, സജി അങ്കിളാണ് ഫിഷും ഒക്കെ ആയിട്ട്, ഫിഷും അതുപോലെ സിനിമകളുടെ CD ഒക്കെ എത്തിക്കുന്നത് സജി അങ്കിളാണ്. മിന്നൽ പരിശോധന നടത്തുന്ന ആരാ? കൃഷ്ണൻകുട്ടി അമ്മാവൻ. അപ്പോൾ K കൃഷ്ണൻകുട്ടി, വൈദ്യുതി. സഹകരണമില്ലാതിരുന്ന ഒരു അമ്മാവനുണ്ടായിരുന്നു, പിണങ്ങി മാറി നിന്ന അമ്മാവൻ. ആരാണ്? വാസവൻ അമ്മാവൻ. അപ്പോൾ VN വാസവൻ, സഹകരണ മന്ത്രി. ഇത്രയും പഠിച്ചല്ലോ. അപ്പോൾ കോഡ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടൈം വേസ്റ്റ് അല്ല, നമുക്ക് പെട്ടെന്ന്
ഒരു 1 റൗണ്ട് റിവിഷനോട് കഴിഞ്ഞാൽ നിർത്താം. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? പെട്ടെന്ന് റിവൈസ് ചെയ്യാം. എന്തായാലും നമ്മൾ ഇത്രയും സമയം മെനക്കെട്ടിരുന്ന് കേട്ടില്ലേ, ഇനി ഇത് നമുക്ക് എന്തായാലും പഠിച്ചു എന്നും കൂടി ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടി തന്നാൽ മതി. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി, ശ്രീ കെ എൻ ബാലഗോപാൽ, നിങ്ങളൂടെ വായിക്കേ, ശ്രീ കെ എൻ ബാലഗോപാൽ ധനകാര്യമന്ത്രി, ശ്രീ കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി വകുപ്പ്, ശ്രീ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ്, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു, ശ്രീ കെ രാജൻ റവന്യൂ പാർപ്പിട വകുപ്പ്, ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പ്, ശ്രീ എ കെ ശശീന്ദ്രൻ വനം വന്യജീവി വകുപ്പ്, ശ്രീ വി അബ്ദുറഹിമാൻ കായിക മന്ത്രി, അഡ്വക്കേറ്റ് ജി ആർ അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി, ഡോക്ടർ ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ്, ശ്രീമതി ജെ ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവികസനം, ശ്രീ എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് മന്ത്രി. ഈ കഥ കൂടി ഓർക്കണം നിങ്ങളെ ഈ ഇത് വായിച്ചു പോകുമ്പോൾ, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രെയിനിൽ അത് സ്റ്റോർ ആവും. ശ്രീ കെ രാധാകൃഷ്ണൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ദേവസ്വം പാർലമെൻ്ററി അഫേഴ്സും കൂടിയുണ്ട്. അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം, ശ്രീ പി പ്രസാദ് കൃഷി മന്ത്രി, ശ്രീ പി രാജീവ് നിയമം വ്യവസായം കയർ വകുപ്പ് മന്ത്രി, ശ്രീ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി, ശ്രീ വി എൻ വാസവൻ സഹകരണം തുറമുഖ വകുപ്പ് മന്ത്രി, ശ്രീമതി വീണ ജോർജ് ആരോഗ്യം വനിതാ ശിശുക്ഷേമം, ശ്രീ സജി ചെറിയാൻ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടെ, ഒരു 2 മിനിറ്റ്സ് എടുക്കൂ. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻറ്റും കൂടി ഉണ്ട്, അതുകൂടി കേട്ടിട്ട് പോയിക്കോ. ഒരു 2 മിനിറ്റ് എടുക്കൂ. യെസ്, സ്പീക്കർ നമ്മൾ പഠിച്ചു വയ്ക്കാം. സ്പീക്കർ ആരാണ്? എ എൻ ഷംസീറാണ് സ്പീക്കർ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം തലശ്ശേരി. സ്പീക്കർ ആരാണ്? എ എൻ ഷംസീർ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം തലശ്ശേരി. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ചിറ്റയം ഗോപകുമാറാണ് ഡെപ്യൂട്ടി സ്പീക്കർ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം അടൂരാണ്. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, സ്പീക്കർ എ എൻ ഷംസീർ, മണ്ഡലം തലശ്ശേരി. നിയമസഭാ സെക്രട്ടറിയും കൂടെ നമുക്ക് പഠിക്കാം. നിയമസഭാ സെക്രട്ടറി ആരാണ്? എ എം ബഷീറാണ് നിയമസഭാ സെക്രട്ടറി. ഒന്നുകൂടി പറയട്ടോ. സ്പീക്കർ എ എം ഷംസീർ, മണ്ഡലം തലശ്ശേരി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, മണ്ഡലം അടൂർ. നിയമസഭാ സെക്രട്ടറി എ എം ബഷീർ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും പഠിച്ചു, മന്ത്രിമാരും വകുപ്പുകളും പഠിച്ചു. അപ്പോൾ കോഡെല്ലാം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. റിവൈസ് പല തരത്തിൽ റിവിഷൻ എടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ഉറപ്പായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ചോദ്യം, ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ആരാണ്? ഏത് വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഏതാണ്? ഓർമ്മയിൽ നിന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്. വേറെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് ഉടനെ കാണാം. താങ്ക്